ആ ഷെയ്ക്ക് തോന്നിക്കുന്നു. ഷെയ്ക്ക് ഒന്ന് വന്നേ, ഷെയ്ക്ക് ഒന്ന് വന്നേ. ഷെയ്ക്ക് ഒരു 10 കാർഡ് കടന്നാ. അതാ പറഞ്ഞ മാക്ക് കണ്ടില്ല, ഫ്രണ്ട് സീറ്റ് പോയിരിക്കുന്നുണ്ട്. അതാ വരുന്നു, ഓടി വരുന്നു. പക്ഷെ കാർഡ് പോലും ഇല്ല. കാറൊക്കെ എന്ത് ചെയ്തു നിങ്ങള്? നമ്മള് ഒരാഴ്ച ലീവിന് പോയല്ലോ സസ്പെൻഷനില്. അതൊക്കെ ഇവിടെ ക്രെഡിറ്റ് ആയിട്ട് മാക്ക് ഓൾറെഡി പർച്ചേസ് ചെയ്ത് ഇതിന്റെ അകത്ത് വെച്ചു, ലോക്കറിന്റെ അകത്ത്. പക്ഷെ അത് എക്സ്പയർ ആയി പോയി. അതായിരുന്നു മാക്കില്. എക്സ്പയർ ആവാനുള്ള സാമാന്യ ബോധം പോലും ഇല്ല നിങ്ങൾക്ക്. എത്ര കാർഡ് കൊണ്ട് കളഞ്ഞു? 50 60 അയ്യോ 60 കാർഡ് എടുത്ത് കൊണ്ടുപോയതാണോ അറിയില്ല. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ശരിക്കും ഇതിനൊരു എക്സ്പീരിയൻസ് ഒരാഴ്ചയാണ് ഇതിന്റെ വാല്യൂ. ഇവിടെ വെച്ച് കയ്യാങ്ങളി വേണ്ട അണ്ണാ. പ്രശ്നമല്ലടാ, നമ്മൾ കാണിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. അത് അങ്ങനെ ഒരു ഇതെന്ത് ചെയ്യും? ഇത് പുറത്ത് ഗവൺമെന്റിനോട് സംസാരിച്ച് നമുക്ക് ഗവൺമെന്റിനോട് സംസാരിച്ചാൽ ഗവൺമെന്റ് നല്ല താറ്റ് തറ്റും, അല്ലാതെ ഒന്നും നടക്കാൻ പോലുള്ള. ഇത് എക്സ്പീരിയൻസ് റേറ്റ് ഉണ്ട് ഇതിന്. അല്ല ഇത് പൈസ കൊടുത്താ കിട്ടണാണോ? അപ്പൊ കിട്ടില്ല. അങ്ങനെയെങ്കിലും കിട്ടൂല. അല്ല മാക്ക്, ഞാൻ ചോദിക്കട്ടെ, നീ ഇത് നമ്മുടെ കാർഡ് ഇല്ലാന്ന് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ ഫ്രണ്ട് സീറ്റിൽ തന്നെ പോയിരുന്നേ? അതുകൊണ്ട് ചുമ്മാ ഇരിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം അപ്പാപ്പൻ എവിടെയോ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടില്ലെങ്കിൽ പണി എന്ത്? അതുകൊണ്ടാ വെളി ഫ്രണ്ടിൽ പോരുന്നത്. അത് മനസ്സിലായില്ലേ? വട്ടത്തിൽ വെച്ചിട്ട് മാറ്റി വിളിച്ചപ്പോ ഇനിയാണ് നമ്മൾ ഡീലിലോട്ട് കടക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ 38 കാർഡുകൾ നമ്മൾ തന്നല്ലോ. അപ്പൊ ഇനി ഒരു കാർഡിന് ഒരു 10 CR വെച്ചിട്ട് 38 കാർഡിന് ഒരു 380 CR. നിങ്ങൾ ടി വി അപ്പാപ്പനായിട്ട് സംസാരിക്കും, ബ്രാവ് ആയിട്ട്. അല്ല, ഞാൻ ടി വി അപ്പാപ്പനായിട്ടാണ് സംസാരിക്കുന്നത്. അല്ലല്ല, ടി വി അപ്പാപ്പ എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാറ്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഇപ്പൊ സമാധാനത്തിൽ ലവ് ഫ്രം MRC എന്നൊക്കെ വന്നു, അതിപ്പോ മാറി കൊട്ടവാസു എന്നൊക്കെ പറഞ്ഞു വരും. അതിന് അവര് ടർഫ് അടിക്കണ്ട ഒരു ഇനി അമ്മാരുടെ പൈസ കൂടെ മേടിച്ചിട്ട് ബാക്കി മൈക്ക് മാറി കിടക്കുവാന്നോ? അതല്ല